കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് പ്രഭാതത്തിലേക്ക് തിരുവചന സന്ദേശവുമായി സ്തോത്രം നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരികയാണ്. നിശ്ചയമായി ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത് വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഈ വാക്യം നമുക്കേവർക്കും പരിചിതമാണ്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ സ്തോത്രം എടുത്തു പറയാറുള്ള ഒരു വാചകമാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമാകുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും ദൈവം അനുകൂലമാകണമെന്നില്ല. സ്തോത്രം. ദൈവത്തെ അനുകൂലമായി ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട്, അല്ലെങ്കിൽ ദൈവം എനിക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തക്ക ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? നമുക്കത് തിരുവചനത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയും അല്ലെങ്കിൽ ദൈവം അനുകൂലമെന്ന് വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ കയറി വന്ന ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അത് താരതമ്യം ചെയ്ത് നോക്കാൻ സാധ്യതകളുണ്ട്, അല്ലേ? എന്നാൽ അവരുടെ എല്ലാവരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവസാനം ദൈവം അവരെ ശുഭകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ, അത് ഞാനാകാം നിങ്ങളാകാം, നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ പറയുന്നു ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കും. ഇനി ദൈവം നമുക്ക് അനുകൂലമായി നിന്നു കഴിഞ്ഞാൽ സ്തോത്രം, ഒരു കാരണവശാലും ഒരു പ്രതികൂലവും നമുക്ക് എന്ത് ചെയ്യത്തില്ല, എതിരെ വരികയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്ന വ്യക്തിയും കൂടെ ആയിരിക്കണം. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പറയാൻ കഴിയത്തില്ല. തിരുവചനം അതിനെതിരാണ്. എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. സ്തോത്രം. അപ്പം ദൈവം അനുകൂലമായിരുന്നിട്ടും ഒരിക്കലും ആ നന്മയിലേക്ക് അവനെ വിടത്തില്ല, അല്ലെങ്കിൽ ആ നന്മയിലേക്ക് അവനെ എത്തിക്കുവാൻ സമ്മതിക്കത്തില്ലെന്ന് മാനുഷിക മണ്ഡലം വെല്ലുവിളിച്ച വിവിധങ്ങളായ മേഖലകളുണ്ട്, അല്ലേ? സ്തോത്രം. തിരുവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ശൗലും ദാവീദും എന്ന് പറയുന്ന രണ്ടുപേരും നല്ല രീതിയിലുള്ളൊരു കോൺട്രവേഴ്സി നടത്തിയ രണ്ട് വ്യക്തികൾ. അഭിഷേക തൈലം വീണ ദാവീദ് സ്തോത്രം രാജാവാകാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇവനെ രാജാവാക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് ഇവനെ കൊല്ലുവാൻ പിറകെ നടന്നവനായിരുന്നു ശൗൽ. എന്തെങ്കിലും വിധത്തിൽ ഇവനെ കൊന്നേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ സ്ഥാനത്തേക്ക്, രാജസ്ഥാനത്തേക്ക് ഞാൻ അവന് എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ശൗലിനെ നമുക്ക് കാണാൻ കഴിയും. എന്താ സംഭവിച്ച്? പലയാവർത്തി സ്തോത്രമല്ലേ ദാവീദിന് ഓടേണ്ടി വന്ന സാഹചര്യങ്ങൾ, ഗുഹകളിലും പാറപ്പടപ്പുകളിലും കാടിൻ്റെ അകത്തളങ്ങളിലും വനാന്തരങ്ങളിലൊക്കെ അല്ല സ്തോത്രമല്ലേ ലൂയ അല്ല ഒറ്റയ്ക്ക് പാർക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ. എൻ്റെ ചിന്തയിൽ ഞാൻ പറയും, അല്ല സ്തോത്രം, വെള്ളം എടുത്തു വെച്ചാൽ കുടിക്കാൻ കഴിയത്തില്ല, ആഹാരം എടുത്തു വെച്ചാൽ കഴിക്കാൻ കഴിയത്തില്ല, ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. ഈ തരത്തിൽ അവനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നവനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന ശൗല്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? അവനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ ദൈവം ദാവീദിന് അനുകൂലമായതുകൊണ്ട് സ്തോത്രമല്ലേ ദൈവം സമയത്ത് അവനെ ഉദ്ധരിച്ച് ദൈവ കൃപയിലേക്ക്, അല്ലെങ്കിൽ രാജകീയ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവന്നു. അതിൻ്റെ അർത്ഥം അല്ല സ്തോത്രം, ദൈവം ദാവീദിന് അനുകൂലമായി എന്നുള്ളതാണ്. സ്തോത്രം. യോസഫിനെ തകർക്കുവാൻ, യോസഫിനെ ഉടച്ചു കളയുവാൻ സഹോദരങ്ങൾ അതിശ്രാന്ത പരിശ്രമം ചെയ്തു. എന്താ കാരണം? അവൻ്റെ മേൽ വെളിപ്പെട്ടു വന്ന ദൈവിക ദർശനം. അത് നടക്കരുത്. ഇവൻ്റെ സ്വപ്നം എന്താകുമെന്ന് പറഞ്ഞിട്ടാണ് ഇവനെടുത്ത് പൊട്ടക്കിടനകത്ത് എടുത്തിട്ട്, അല്ലേ? എന്നിട്ട് പോലും അവനെ തൊടുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം യഹോവ യോസഫിന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ ഉറപ്പോടെ വിശ്വാസത്തോടെ പറയാം, ഒരു ദുഷ്ടശക്തിക്കും ഒരു മാനുഷിക ശക്തിക്കും നമുക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള പ്രത്യാശ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മ നമുക്ക് കൃപ നൽകട്ടെ.
നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ മറയ്ക്കണമേ. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മെസ്സേജ് മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.